ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ വണ്ടർലെസ് ജേർണീസ് ഇന്ത്യ. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് പോണ്ടിച്ചേരിക്ക് സമീപമുള്ള ഒരു കിടിലൻ ഹിഡൻ ജെമ്മിലേക്കാണ്. പ്രകൃതിയും നിറങ്ങളും പക്ഷികളും ക്യൂട്ട് ആനിമൽസും ഒക്കെ ഒരുമിച്ചുള്ള ഒരു പീസ്ഫുൾ സ്ഥലം. ഇതാണ് ഓറോവില്ല ബേർഡ് പാർക്ക്. പോണ്ടിച്ചേരി നഗരത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു നേച്ചർ സ്പോട്ടാണ് ഈ ഓറോവില്ല ബേർഡ് പാർക്ക്. പോണ്ടിച്ചേരി നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി പച്ചപ്പിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പാർക്ക് കുടുംബസമേതം ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ്. കിഡ്സിന് ഈ സ്ഥലം ഡെഫിനറ്റ്ലി ഹെവൻ പോലെ തോന്നും. കാരണം ബേർഡ്സിനെ കയ്യിൽ പിടിക്കാം, അവയ്ക്ക് ഫുഡ് കൊടുക്കാം, അവരോടൊപ്പം പ്ലേ ചെയ്യാം, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാം. ഇവിടെ സ്ട്രിക്റ്റ് ടൈമിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് പാർക്കിൽ വന്നാൽ 10 മിനിറ്റ്സ് ആയോ പോകൂ എന്ന ടൈപ്പ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫാമിലിക്കും എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിൽ ചെയ്ത് എൻജോയ് ചെയ്യാം. ബേർഡ്സ് മാത്രമല്ല, റാബിറ്റ്സ്, ഹോഴ്സ്, ഗൂസ്, ഹാംസ്റ്റേഴ്സ്, കൗസ് തുടങ്ങി ഫ്രണ്ട്ലി ആനിമൽസും ഇവിടെ ഉണ്ട്. കിഡ്സിനും ആനിമൽ ലവേഴ്സിനും ഈ സ്ഥലം ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. സിറ്റി നോയ്സ് ഒന്നുമില്ലാത്ത നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലാക്സിംഗ് പ്ലേസ് ആണിത്. ഫാമിലി ട്രിപ്പ് ആണെങ്കിലും കുട്ടികളോടൊപ്പമുള്ള വീക്കെൻഡ് ഔട്ടിംഗ് ആണെങ്കിലും കപ്പിൾസിന് ഒരു കാം പ്ലേസിന് വേണ്ടിയാണെങ്കിലും ഈ പാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ ബേർഡ് പാർക്ക് അല്ല. ഇവിടുത്തെ ആനിമൽസിനോടൊപ്പം ഡയറക്റ്റായി ഇന്ററാക്ട് ചെയ്യാം, കളിക്കാം, സമയം സ്പെൻഡ് ചെയ്യാം. ഡക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് ഡക്സിനോടൊപ്പം ഇന്ററാക്ട് ചെയ്ത് പ്ലേ ചെയ്യാം. കുട്ടികൾക്ക് എസ്പെഷ്യലി ഇത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ്. കിഡ്സിന് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടും. കുറച്ച് ടർക്കി കോഴികളെയും ഗിനി കോഴികളെയും ഇവിടെ കാണാൻ കഴിയും. വളരെ ഇണങ്ങിയ ടർക്കി കോഴികളാണിവ. നമ്മൾ അടുത്തേക്ക് ചെന്നാലും പേടിക്കാതെ വളരെ കൂളായി നടക്കുന്നത് കാണാം. ഇവ പീലികൾ വിടർത്തി നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറങ്ങളും രൂപവും എല്ലാം വളരെ വ്യത്യസ്തമായതിനാൽ ഓരോ പക്ഷിയെയും നോക്കി നിൽക്കാൻ തന്നെ ഒരു കൗതുകം തോന്നും. ഗിനിക്കോഴികളുടെ ശബ്ദവും അവയുടെ ചെറിയ ചെറിയ ചലനങ്ങളും ഈ സ്ഥലത്തിന് ഒരു വേറിട്ട അനുഭവം നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ഇവയെ നേരിൽ കാണാനും അടുത്തറിയാനും കഴിയുന്നത് വളരെ നല്ലൊരു അനുഭവമാണ്. സിറ്റി ലൈഫിൽ കിട്ടാത്ത ഒരു കാം ഫീലിംഗ് ഇവിടെ കിട്ടും. കൗ സെക്ഷനിൽ മാത്രം 28 കൗസ് ഉണ്ട്. ഹോഴ്സ് റൈഡിംഗ് ആണ് ഇവിടുത്തെ മറ്റൊരു എന്റർടൈൻമെന്റ്. നോർമലി ബീച്ചിലും ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലും ഹോഴ്സ് റൈഡിംഗ് ഉണ്ടാവും. പക്ഷേ ഇവിടെയുള്ളത് ടോട്ടലി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഒരു ജംഗിൾ സഫാരി വൈബ് പോലെ ഫീൽ ചെയ്യും. റൈഡ് തുടങ്ങുന്നതിന് മുൻപ് 10 മിനിറ്റ്സ് ബേസിക് ട്രെയിനിങ് തരുന്നുണ്ട്. ഹോഴ്സിനടുത്ത് എങ്ങനെ പോകണം, എങ്ങനെ ഇരിക്കണം, സാഡിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഹോഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ടാപ്പ് ചെയ്യണം, ഇങ്ങനെ ബിഗിനേഴ്സിന് വേണ്ട ബേസിക് ക്ലാസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ഏകദേശം 400 മീറ്റർ വരെ ഗൈഡിനോടൊപ്പമുള്ള വാക്കുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി റൈഡ് ചെയ്യാനും ചാൻസ് കിട്ടും. ഫ്രണ്ട്സ്, വെറും 150 രൂപ കൊടുത്താൽ മുഴുവൻ പാർക്കും എക്സ്പ്ലോർ ചെയ്യാം. ഹോഴ്സ് റൈഡിംഗ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 600 രൂപ പേ ചെയ്യണം. പാർക്ക് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുറന്നിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ക്യൂട്ടായ ഹട്ടിനുള്ളിലേക്ക് ഒന്ന് കയറിപ്പോകാം. അകത്ത് കയറുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ മിനി സൂ ഫീലാണ് കിട്ടുന്നത്. ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് പല നിറങ്ങളിലുള്ള മനോഹരമായ മീനുകളെയാണ്. ഓരോ ടാങ്കിലും ഓരോ തരത്തിലുള്ള ജീവികൾ. കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം തോന്നും. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്യൂട്ട് ഹെഡ്ജ് ഹോഗ് ആണ്. ഇത്രയടുത്തൊരു ഹെഡ്ജ് ഹോഗ് കാണുന്നത് തന്നെ പലർക്കും ആദ്യ അനുഭവമായിരിക്കും.
ഇത് നടക്കുന്നതും ചെറിയ എക്സ്പ്രഷൻസ് ഇടുന്നതും കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇവിടെയുള്ള പ്രധാന താരങ്ങൾ ഗിനി പിഗുകളും ഹാംസ്റ്ററുകളും ആണ്. വളരെ ഫ്രണ്ട്ലി ആയ ഇവരെ നമുക്ക് കയ്യിലെടുത്ത് കളിക്കാനും അടുത്ത് നിന്ന് ഇൻട്രാക്ട് ചെയ്യാനും സാധിക്കും. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ഇവർക്കായി ഫുഡ് ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ടാവും. അത് വാങ്ങി ഈ ക്യൂട്ട് ജീവികൾക്ക് നമുക്ക് സ്വന്തം കൈകൊണ്ട് ഫുഡ് കൊടുക്കാനും സാധിക്കും. കുട്ടികൾക്കിതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടാതെ ഇവിടെ കുറച്ച് ആമകളെയും കാണാൻ കഴിയും. അവ ശാന്തമായി നടക്കുന്നതും വെള്ളത്തിൽ നീന്തുന്നതും കാണാൻ നല്ല ഫീലാണ്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ തിങ് എന്തെന്നാൽ ഫേമസ് ഓറോവില്ല വളരെ അടുത്താണ്. ബേർഡ് പാർക്ക് വിസിറ്റ് ചെയ്ത ശേഷം നേരെ ഓറോവില്ലയിലേക്കും പോകാം. പീസ്ഫുൾ ഇന്റർനാഷണൽ ടൗൺഷിപ്പായ ഓറോവില്ലെ നേച്ചറിനും മെഡിറ്റേഷൻ വൈബിനും പേരുകേട്ട സ്ഥലമാണ്. അവിടെ പോകുമ്പോൾ മാതൃമന്ദിർ വ്യൂ പോയിന്റ്, കഫേസ്, ഹാൻഡ്മെയ്ഡ് ഷോപ്സ്, ഓർഗാനിക് പ്രോഡക്ട്സ് എന്നിവയും എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് ഒരു സിംഗിൾ ട്രിപ്പിൽ തന്നെ ബേർഡ് പാർക്കും ഓറോവില്ലയും കവർ ചെയ്യാൻ പറ്റും. പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ പ്ലേസ് മിസ് ചെയ്യരുത്. എസ്പെഷ്യലി ഫാമിലി, കപ്പിൾസ്, കിഡ്സ്, നേച്ചർ ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത്. ഈ സ്പോട്ട് എക്സാക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ നിന്നും ദിണ്ടിവനം ടോൾ ഗേറ്റ് ക്രോസ് ചെയ്ത ഉടനെ ഏകദേശം 600 മീറ്റർ ഡിസ്റ്റൻസിൽ റൈറ്റ് സൈഡിൽ ഈ പാർക്ക് കാണാം. റോഡ് സൈഡിൽ വലിയ ബാനർ കാണുന്നതിനാൽ ഈസിലി സ്പോട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരം ട്രാവൽ വ്ലോഗ്സ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.